ബിഗ് ബോസ് മലയാളം സീസൺ 6 21 ദിവസങ്ങൾ പിന്നിട്ട് 4-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. 3-ാം ആഴ്ചയിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടന്ന് അസി റോക്കി പുറത്താവുകയും സിജോ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിശ്രമത്തിന് പോയതിനാലും ഹൗസിലെ മത്സരാർത്ഥികളുടെ എണ്ണം 14 കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷനും ഉണ്ടായിരുന്നില്ല. ഹൗസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്ന 2 പേരുകളാണ് ജാസ്മിനും ഗബ്രിയും. ഇരുവരും ഹൗസിൽ വന്ന് 2-ാം ദിവസം തന്നെ സൗഹൃദത്തിലായവരാണ്. തുടക്കത്തിൽ ഇരുവരും ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനാൽ ജാസ്മിനും ഗബ്രിക്കും ഹേറ്റേഴ്സാണ് കൂടുതൽ. ഇരുവരും ഹൗസിൽ വന്ന 2 ദിവസം പിന്നിട്ടപ്പോഴേക്കും അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങി. മാത്രമല്ല, ഇരിപ്പിലും നടപ്പിലും പെരുമാറ്റത്തിലുമെല്ലാം കമിതാക്കളെപ്പോലെ പെരുമാറിയതും ഹേറ്റേഴ്സിനെ കൂട്ടി. പ്രണയത്തിലാണോ എന്ന് ഹൗസിലുള്ള മറ്റുള്ളവർ ചോദിക്കുന്ന സാഹചര്യവുമുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ഇരുവരും പറഞ്ഞത്. കൂടാതെ താൻ പുറത്തൊരാളുമായി കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഗബ്രി ജാസ്മിനോട് തൻ്റെ പ്രണയം പറഞ്ഞതിൻ്റെ വീഡിയോയാണ് വൈറലാകുന്നത്. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ ജാസ്മിനുമായി പിണങ്ങി നടക്കുകയായിരുന്നു ഗബ്രി. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും ഗബ്രി ചെന്നില്ല. അപ്പോൾ മുതൽ ഇരുവരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പിന്നീട് ഗബ്രിയോട് ദേഷ്യപ്പെട്ട് ജാസ്മിൻ പോവുകയും ചെയ്തു. അതോടെയാണ് ഉള്ളിൽ അടക്കി വെച്ച ഗബ്രിയുടെ സങ്കടം മുഴുവൻ പുറത്തു വന്ന് അത് കരച്ചിലായി മാറിയത്. ജാസ്മിൻ അല്ലാതെ മറ്റൊരാളുമായും ഹൗസിൽ ഒരടുപ്പവും ഗബ്രിക്കില്ല. പക്ഷേ ജാസ്മിൻ ഹൗസിൽ ആരുമായും അതിവേഗത്തിൽ യോജിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ മിണ്ടാതെ ആവുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ ഗബ്രിക്ക് സാധിക്കുന്നില്ല. ഗബ്രി കരയാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോഴാണ് ജാസ്മിനോട് ഗബ്രി തൻ്റെ സ്നേഹം പറഞ്ഞത്. നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയില്ലെന്നും നേരത്തെ 2 പ്രണയങ്ങൾ തകർന്നപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു വന്നതാണെന്നും ഗബ്രി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് ജാസ്മിൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒറ്റയ്ക്ക് കളിക്കാൻ ജാസ്മിനെ ഗബ്രി അനുവദിക്കുന്നില്ല. എല്ലാം തൻ്റെ കയ്യിൽ നിന്നും പോയി എന്ന രീതിയിലാണ് ജാസ്മിൻ ഇതെല്ലാം കേട്ടിരിക്കുന്നത്. ഗബ്രി കരയുന്നത് കണ്ട് ജാസ്മിനും ഒപ്പം കരയുന്നുണ്ട്. അതേസമയം ഋഷി അടക്കമുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ ഇരുവരും ഓപ്പൺ റിലേഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്. ഗബ്രിയുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം ജാസ്മിൻ്റെ ഗെയിം പ്രേക്ഷകർക്ക് അത്ര താല്പര്യമില്ല. മാത്രമല്ല, ഉപ്പ അസുഖവിവരം പറയാൻ വിളിച്ചപ്പോൾ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തുവോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. ആ കോളിന് ശേഷം 2 ദിവസം ഗബ്രിയിൽ നിന്നും അകലം പാലിച്ച് ജാസ്മിൻ നടന്നിരുന്നു. മാത്രമല്ല, തനിക്ക് പുറത്തൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുകയും ചെയ്തിരുന്നു. ജാസ്മിൻ്റെ പിതാവ് ജാഫറും ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായി വെളിപ്പെടുത്തിയിരുന്നു. നേരത്തെ ഒരിക്കൽ ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിയുകയും വിവാഹ തീയതി കുറഞ്ഞ് സ്വർണങ്ങൾ വരെ എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയി.